ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്ത യേശുവിനെ അക്ഷരാർത്ഥത്തിൽ അനുഗമിച്ച ഒരു പെൺകുട്ടി. അയന ഐപ്പ് എന്ന ആ മാലാഖ ഭൂമിയിൽ നിന്നും തന്റെ നിത്യസമ്മാനത്തിനായി യാത്രയായിട്ട് 1 വർഷം. ഒരു സന്യാസിനിയായി ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ച് മഠത്തിൽ ചേർന്ന അയന. എന്നാൽ തനിക്ക് കരുതിവച്ചിരുന്ന വേദനകളും സഹനങ്ങളും ധീരതയോടെ നേരിടാനാണ് വിളിക്കപ്പെട്ടതെന്ന തിരിച്ചറിവിലും തളരാതിരുന്ന ദൈവത്തിന്റെ മകൾ. നട്ടെല്ലിൽ രൂപപ്പെട്ട ട്യൂമറിനെ തുടർന്ന് സന്യാസത്തിൽ നിന്നും പിന്തിരിയേണ്ടി വന്നപ്പോഴും ഈശോയോടുള്ള സ്നേഹം മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ അടിയുറച്ച് 11 വർഷം 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൊണ്ട് ആരാലും അറിയപ്പെടാതെ സഹനം കൃപയാക്കി മാറ്റിയ ഒരു ജീവിതം. വലത് കൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇടത് കൈ അറിയരുത് എന്ന വചനത്തിന്റെ പ്രതിഫലനമായിരുന്നു അയനയുടെ ജീവിതം. തന്റെ ജീവിതത്തിന്റെ 26 വർഷങ്ങൾ വിശ്വാസത്തിലൂന്നിയ ജീവിതവും പ്രവർത്തനങ്ങളും ആരാലും അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം സകലതും സഹിച്ചവൾ, സകലതും പ്രവർത്തിച്ചവൾ. ചിറ്റൂർ സെയിന്റ് ജോർജ് ഇടവകയിൽ ഈ സഹനപുഷ്പത്തിന്റെ ഓർമ്മദിന തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടു. ഫാദർ സോമി പാണങ്കാട്ട് OFM ക്യാപ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി നയിക്കപ്പെട്ട തിരുക്കർമ്മങ്ങളായിരുന്നു നടന്നതെന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തവർ പങ്കുവച്ചു. മിഴികൾ ഈറനണിയാതെ പങ്കെടുക്കാൻ കഴിയാത്തതായിരുന്നു ഓർമ്മദിന തിരുക്കർമ്മങ്ങൾ. അയന ഐപ്പ് എന്ന മാലാഖ ഇന്നും ജീവിക്കുന്നു, അവളെ അറിഞ്ഞ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ. വലിയ സഹനത്തിന്റെ വേളയിലും വീൽചെയറിലായിരിക്കെ തന്റെ ക്രൂശിതനെ പ്രഘോഷിക്കാൻ അവൾ സാധ്യതകൾ കണ്ടെത്തി. പള്ളിയിലെ യുവജന കൂട്ടായ്മയിലൂടെ മാധ്യമരംഗത്തെ പുതിയ സാധ്യതകൾ അവൾ കണ്ടെത്തി. ആദ്യം ചെറിയ പോസ്റ്ററുകളിലൂടെയും പിന്നീട് വലിയ മാധ്യമ ശുശ്രൂഷകളിലൂടെയും അവൾ തന്റെ സുവിശേഷ പ്രഘോഷണം തുടർന്നു. ഇടവക പള്ളിയിൽ നിന്ന് ആരംഭിച്ച ശുശ്രൂഷ രൂപതയുടെയും ലോകത്തിന്റെയും വിവിധ കോണുകളിൽ വരെ എത്തി. കുറവുകളെ നിറവുകളാക്കിയ, സഹനങ്ങളെ കൃപയുടെ പൂക്കളാക്കിയ അയന ഏവർക്കും ജ്വലിക്കുന്ന മാർഗദർശിനിയാണ്. പരിശുദ്ധ കുർബാനയുടെ സമയക്രമീകരണങ്ങൾ അറിയിക്കുന്ന ഹോളിമാസ് തൊടുപുഴ എന്ന ഒരു വാട്സപ്പ് ചാനൽ ഓർമ്മദിനത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് പരിശുദ്ധ കുർബാനയെ അത്രമേൽ സ്നേഹിച്ച അയനയുടെ ആഗ്രഹ പൂർത്തീകരണമാണ്. അയന ചെയ്തുകൊണ്ടിരുന്ന ഡെയിലി സ്ക്രിപ്ചർ പോസ്റ്റർ ഹൈദരാബാദ് ഹോസ്പിറ്റലിൽ ഡിസൈനറായ ടിനു ജോസ് തനിക്ക് ലഭിച്ച പ്രചോദനത്തിൽ ഏറ്റെടുത്തതും മുൻപോട്ട് കൊണ്ടുപോകുന്നതും 1 വർഷം തികയുന്ന അയനയുടെ ഓർമ്മകൾക്ക് മറ്റൊരു സമ്മാനമാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.